ഹായ് ഗായ്സ്, ട്രൈ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിങ്ങനെ പുറത്ത് പോകാൻ നിൽക്കുകയാണ്. അംഗനവാടി വരെ പോകാനുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്തിനാണെന്നുള്ളത് അതൊക്കെ പയ്യെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ സാധനം വാങ്ങിക്കാനുണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട്. പിന്നെ ഇതേപോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചിട്ട് പുറത്ത് പോകാന്ന്. ഹീന സ്കൂളിൽ പോയേക്കാണ്, തൻവീറ ഡ്യൂട്ടിക്കും പോയേക്കാണ്. അപ്പം വരുമ്പോൾ കാണാം. ഓക്കെ. അപ്പം ഞാൻ നേരെ അംഗനവാടിയിലേക്ക് കണ്ടുപോയത്. ഞങ്ങൾ നേരെ അവിടെ എത്തി. കുറച്ച് സാധനങ്ങൾ കിട്ടാനുണ്ടെന്നാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ടീച്ചറെ കണ്ട് കുറേ കുഞ്ഞു മക്കളുണ്ടായിരുന്നു. അവരുടെ അടുത്തൊക്കെ ഇങ്ങനെ കുറച്ചേരം സംസാരിച്ച് നമ്മൾ അവിടുന്ന് നേരെ വേറെ സ്ഥലത്തേക്കാട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ കേരളം കൊണ്ട് വാട്ടർഫാൾസിലേക്ക് ജസ്റ്റ് ആ റൂട്ടിലൂടെ പോകുന്നുള്ളൂ കേട്ടോ. വാട്ടർഫാൾസ് ഒന്നും കാണാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. കാരണം റോഡ് ഭയങ്കര മോശമായിരിക്കുന്നു കുറച്ചൊക്കെ. അപ്പോൾ എനിക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ റോഡിലൂടെ. ഒന്നാമത് അവൾ അങ്ങോട്ട് പോകുന്നത് ഹസ്ബൻഡിൻ്റെ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാനാണ്. ഓൾറെഡി നമുക്ക് അവിടെ ഒരു ക്ലയൻറ്റ് ഉണ്ട് പിക് ബോക്സിൻ്റെ അണ്ടറിൽ. അവരുടെ ആഡ്സിൻ്റെ ഇതിൽ ചെയ്യുന്ന അവർക്ക് നമ്മൾ ആഡ്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കാസാലാപ്പ് എന്ന് പറഞ്ഞിട്ട് റിസോർട്ട് ഓപ്പൺ ആവും സൂൺ. അപ്പോൾ അതിനുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് അവിടെ പോകണം എന്നുണ്ട്. മിക്കവാറും ഞാൻ പോകുന്നുണ്ടാവില്ല, ഹസ്ബൻഡായിരിക്കും പോവുക. കാരണം റൂട്ട് ഇച്ചിരി മോശം കൊണ്ട് എന്നെ ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് അവർ പോവായിരിക്കും. പിന്നെ അപ്പം നിങ്ങൾക്കൊക്കെ കേരളം കൊണ്ട് കാണണം എന്നുണ്ടെങ്കിൽ വരിക. നല്ല സ്ഥലമാണ് കേട്ടോ. കണ്ടോ, ഇത്രയും നല്ല വ്യൂസ്, അടിപൊളി വ്യൂസാണ്. പിന്നെ ആ എൻഡിലേക്കൊക്കെ കയറാൻ തോന്നുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി അറിയില്ല, ഞാൻ ഇവിടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതല്ലേ. അത്യാവശ്യം ജർക്കിങ് ഒക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പോയി നോക്കാം വാട്ട് വിൽ ഹാപ്പൻ. ആക്ച്വലി ക്ലയൻറ്റിൻ്റെ മീറ്റിംഗ് പെട്ടെന്നുണ്ടായതാണ്. നമ്മൾ പുറത്തിറങ്ങി. അപ്പോൾ അങ്ങനെ അവർ വിളിച്ചപ്പോൾ എന്നാൽ അവിടുത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ള നിലക്ക് പോകുന്നതാണ്. കണ്ടോ, നല്ല അടിപൊളി വ്യൂ അല്ലേ. അതൊന്നും കൂടെ ഇവിടെ നിർത്തിയിട്ടിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ. കുറച്ച് നേരം നല്ല വെയിലുണ്ട് കേട്ടോ പുറത്ത്. പക്ഷെങ്കിൽ സംഭവം വേറെ ലെവൽ. അത് ട്രാവൽ ചെയ്യുന്നവർക്ക് ഒക്കെ ഇഷ്ടപ്പെട്ട പ്ലേസ് ആണ് കേട്ടോ കരുവാരെ കൊണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ നമുക്ക് തന്നെ ഒരു പീസ് ഓഫ് മൈൻഡ് ഒക്കെ കിട്ടും ഇവിടെ. അപ്പോൾ എനിക്ക് തോന്നുന്നു കാസാലാപ്പിൻ്റെ കൺസൾട്ടിങ് എടുക്കാൻ നന്നായി. അതോടെ ഇടയ്ക്ക് ഇങ്ങോട്ടെല്ലാം വരാമല്ലോ. കാസാലാപ്പ് നമുക്ക് റിസോർട്ടാണ് കേട്ടോ, അടിപൊളി റിസോർട്ട്സാണ്. അതിന് ഫുൾ കൺസൾട്ടേഷൻ, ബിസിനസ് കൺസൾട്ടേഷൻ നമ്മളാണ് എടുത്തേക്കുന്നത്. അതവിടെ മറ്റേ എൻ്റെ ബട്ടർ എന്നല്ലേ അതിൻ്റെയൊക്കെ മരം ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇതിങ്ങനെ കാണുന്നെന്താ, നമുക്കൊന്നും കാണിക്കുന്നില്ല. പക്ഷെ എനിക്ക് തോന്നി ഇത്രയും പ്രകൃതി കാണുമ്പോൾ പിന്നെ എൻ്റെ മുഖം എന്തിനാ കാണുന്നത്. സൂപ്പർ സ്ഥലങ്ങളാണ്, കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, ജർക്കിങ് കൂടുതൽ അതിനെക്കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വേണമല്ലോ പോവാൻ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇതൊന്നും ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഇതന്നെയാണ് കേട്ടോ. റബ്ബർ തന്നെയാണ്. റബ്ബർ, കൊക്കോ, പിന്നെ ജാതിക്ക, ഇതൊക്കെയാണ് കൂടുതൽ കൃഷി കേട്ടോ. ഓരോരുത്തർ വരുന്നത്. നമുക്ക് ഇനി മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. കണ്ടോ ഗൈസ്, ഇതൊക്കെ എങ്ങനെ എനിക്ക് ക്യാമറയിലൂടെ പകർത്തി തരണം എന്നുള്ളത് അറിയില്ല. കാരണം നേരെ കാണുക അത്രയോ നല്ല നല്ല വ്യൂ ആണ്. പക്ഷെ നമുക്ക് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറേനേക്കാളും അടിപൊളി വ്യൂ. വേറൊരു ടൈപ്പ് ഓഫ് സ്മെല്ലാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന നമുക്ക്. ആ പാറ, ഇതിനൊക്കെ മിക്കവാറും എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവില്ലേ, എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായിരുന്നു. സൂപ്പർ സ്ഥലം. നമുക്കിങ്ങനെ എൻജോയ് ഇല്ല, പീസ് ഓഫ് മൈൻഡാണ് അതാണ് ഞാൻ പറഞ്ഞത്. കുറേ എൻജോയ്മെൻറ്റിനേക്കാൾ നമുക്ക് ഒന്നും കൂടെ മൈൻഡ് ഭയങ്കര റിലീവ് ആവാൻ പറ്റുന്ന സ്ഥലമാണ്.
ഇത്. ഓ മൈ ഗോഡ്. ഓ, അപ്പൊ നമ്മള് വന്ന് കേരളം കൊണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോ റോഡ് ഏകദേശം നന്നാക്കി തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ടായേ. കൊള്ളാം, എങ്ങനെയായാലും ഒരു രക്ഷയില്ല. വാട്ടർഫോള് ഞാൻ പേഴ്സണലി ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് വരാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ല. വർക്കും കാര്യങ്ങളൊക്കെ അതിനെക്കൊണ്ട് എന്ത് തിരക്ക് തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു ദിവസമൊക്കെ ഫ്രീ ആയി നിൽക്കുമ്പോൾ വീട്ടിലിരിക്കാനല്ലേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയുള്ളൂ. ഇപ്പോഴാണ് പിന്നെയും കുറച്ച് ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ വാട്ടർഫോളിൻ്റെ ഒക്കെ അടുത്തെത്തി. റിസോർട്ടിലേക്ക് ചിലപ്പോൾ ഞാൻ പോകുന്നുണ്ടാവില്ല. നമുക്ക് വേറൊരു ദിവസം റിസോർട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഫോൾസ് എത്തി കണ്ടോ. ഇതെടുക്കാം, ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമ്മൾ കേരളം കൊണ്ട് എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ്, എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് എനിക്കറിയില്ല. വെള്ളം ഉണ്ടോ എന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇറങ്ങണം. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കാം. നിങ്ങളുടെ ബാക്ക് കണ്ടു. കാരണം എന്താ വെച്ചാൽ ശ്രദ്ധിച്ചിട്ട് വേണം ഇറങ്ങാൻ. പിന്നെ അമ്മയും ഫോട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരുന്നോളും. നമുക്കെന്തായാലും പ്രതീക്ഷിക്കാത്തൊരു വരവാണ്. നമ്മളിങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതല്ല. ആക്ച്വലി നമ്മൾ അംഗനവാടിയിലൊക്കെ പോയി സാധനം വാങ്ങിച്ച്, അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്, ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ. അപ്പം അതൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനിലാണ്. രണ്ടാൾക്കും നോമ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറാൻ നിൽക്കുമായിരുന്നു. ആ സമയത്താണ് നമ്മളെ കാസലാപ്പിൻ്റെ ക്ലയൻറ്റ് വിളിച്ചത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ അവിടെ വരാം, അവിടെ ഇതാക്കിയിട്ട് തിരിച്ച് പോവാന്ന്. പക്ഷെ നമ്മൾ റിസോർട്ടിൽ പോയിട്ടില്ല. അവിടേക്ക് ഞാൻ പോകുന്നുണ്ടാവില്ല. കാരണം അത് ഇതിനേക്കാളും അതുപോലെ അപ്പം തന്നെ വീണിന് കഷ്ടമാണ്. അപ്പം വീട്ടിലേക്ക് അമ്മയും പോയിക്കോളും. നമുക്ക് ഇതൊന്ന് കാണാം, കേരളം കൊണ്ട് കാണാം. ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇത്രയും വന്നതല്ലേ, അപ്പം ഒന്ന് ഇറങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ച്. നോക്ക്, ഇത്രയും ഡീപ്പ് എക്സ്കവേഷൻ പോലെ ഉണ്ട്. നമ്മൾ ഇതിലൂടെ ഇറങ്ങി നോക്കാം. റിസ്ക് ആണ് ആക്ച്വലി. എൻ്റെ കേസിൽ നല്ല ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. എന്നാലും ഇതൊക്കെ ഒരു ഹരമല്ലേ, കാണാൻ രസമുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അമീമാണ് ശ്രദ്ധിക്കേണ്ടത്, വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ ക്യാമറയിലേക്ക് നോക്കിയിട്ട് ഇറങ്ങുമ്പോൾ എങ്ങാനും കാല് തെന്നിപ്പോയാൽ ഒക്കെ ഉണ്ട്. എക്സ്ട്രാ എൻട്രി ഉണ്ട് തോന്നുന്നു. നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയൊക്കെ എത്തിയിട്ട് ഫോട്ടോ എടുക്കാം. അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നല്ല ഫ്ലവേഴ്സ് കിട്ടും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്താ പറയുക പ്ലാസ്റ്റിക് ആണ്, പക്ഷെ ഇതൊക്കെ ഫ്രഷ് ഫ്ലവേഴ്സാണ്. ഫ്രഷ് ആണ്, അത്രയും ഫ്രഷ് ഫ്ലവേഴ്സ്. കാണുമ്പോൾ തന്നെ സൂപ്പർ, നല്ല കളർഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ലേഡീസിന് വരുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. നല്ല നല്ല സ്ഥലം. പൂക്കളും ചെടികളും പറിക്കരുത്, തൊടരുത് എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഓൾറെഡി തൊട്ടിട്ടുണ്ട്. ട്രൈ കഴിഞ്ഞാവോന്നൊന്നും അറിയില്ല. എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉണ്ട്. എനിക്ക് നല്ല തോന്നി. ബിക്കോസ് നമ്മൾ നോമ്പൊക്കെ എടുത്തിട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുന്നതല്ലേ. പാലെത്തി. ഓക്കെ, ഇതാണ് കേരളം കൊണ്ട് വാട്ടർഫോൾസ്. ഓ അടിപൊളി. വെള്ളം പക്ഷേ കുറവാണ്, നല്ല കുറവാണ്. നല്ല വേനൽക്കല്ലേ വരുന്നത്, പിന്നെ എങ്ങനെയാ അല്ലേ. സമ്മർ ആണെങ്കിലും വെള്ളം ഉണ്ട്. ഓ സൂപ്പർ വ്യൂ കേട്ടോ. കണ്ടോ നിങ്ങള് അവിടെ കണ്ടോ, ഏതോ ഒരു വ്യൂ പോയിന്റാ തോന്നുന്നു. അവിടേക്കൊക്കെ പോവാൻ പറ്റുമോ? അപ്പൊ കേരളം കൊണ്ടാണ് കേട്ടോ അത്. നമ്മള് കൊറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ വെള്ളത്തില് കുറെ ആൾക്കാർ കുളിക്കുന്നൊക്കെ. കറക്റ്റ് അതാണ് കേട്ടോ, ആ സ്പോട്ടാണത്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കുളിക്കൊക്കെ ചെയ്യാം. നല്ല ഫ്രഷ് വാട്ടർ ആണ്. കണ്ടോ, നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലാണ്. ഈ വെയിലൊക്കെ കുളിച്ചാൽ സൂപ്പർ ആയിരിക്കും. ഇവിടെ ശരിക്കും കുളിക്കാൻ ഇറങ്ങാൻ പറ്റും. ഇത് കണ്ടോ ഗൈസ്, കുളിക്കാമെങ്കിലൊക്കെ ഇറങ്ങാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ വെയിലാവുമ്പോൾ ചൂട് വെള്ളമാവില്ലേ, നല്ല വെള്ളമായിരിക്കും കേട്ടോ എങ്ങനെയായാലും. ഗൈസ് കണ്ടോ, കുറേ സ്റ്റെപ്പുകളാണ് കേട്ടോ നമുക്ക് ഇറങ്ങാന്. നമുക്ക് ഇറങ്ങി നോക്കാം. കുറെ കാലമായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കില്ലേ.
അങ്ങനല്ല, ട്രിപ്പൊക്കെ പോയിട്ട് കുറച്ചായി. കാരണം അതിനൊക്കെ ഇതിനൊരു കാരണമുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ വീഡിയോസിലൊക്കെ മനസ്സിലാവും വൈ എന്നുള്ളത്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല, ഇങ്ങനെയൊക്കെ ആക്കി എന്നുള്ളതിന്റെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ നമുക്ക് കിട്ടുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയയിലൊക്കെ വെള്ളം നന്നായിട്ട് ഉണ്ടാവും തോന്നുന്നു കേട്ടോ. ഇപ്പം വേനലായതിനെ കൊണ്ടായിരിക്കും വെള്ളം തീരെ ഇല്ല. നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഒന്നും കൂടെ സൂപ്പർ ആയിട്ട് കാണാറുണ്ട്. ഇപ്പൊ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെ എന്തായാലും ഇതാണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന പ്രോപ്പർ സ്പേസ് കേട്ടോ. ആ മറ്റേ ഏതോ ഒരു ചെറുക്കൻ ഗോളൊക്കെ അടിച്ചില്ലേ, ഐ മീൻ ഫുട്ബോൾ എടുത്തിട്ട് ഈ ഇതിലേക്ക് ഈ സ്ഥലമാണ് കേട്ടോ. റിസ്വാനോ അങ്ങനെ എന്തല്ലേനോ പേര്. പക്ഷേ സൂപ്പർ. ഇറങ്ങാൻ പറ്റുമോ? നമുക്ക് കുറച്ചു നേരം ഇറങ്ങിയിട്ട് വെള്ളത്തിലൊക്കെ കാലിട്ടിരിക്കണം. ഗൈസ് കണ്ടോ, നല്ല രസമുണ്ട്. ഇവിടെ തണുപ്പാണ് കേട്ടോ, കുറച്ച് ചൂടില്ല, വെയിലുണ്ടെങ്കിലും. ഇതിലേക്ക് കുളിക്കാനൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞ് എങ്ങനെ ചെയ്താ, ഇവിടെ ഒരു കയറുണ്ട്. ഇതിലാണ് എല്ലാരും കുളിക്കാൻ ഇറങ്ങല്. ഭയങ്കര ക്ലീൻ വാട്ടർ ആണ്. പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, പ്രത്യേകിച്ച് എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. അത് കാരണം ഇത് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സൈഡിൽ ഒരു കയറുണ്ട്. ഈ കയറ് വെച്ചിട്ട് വേണം ഇറങ്ങാന്. നമുക്കങ്ങനെ ഇപ്പത്തെ സാഹചര്യത്തിൽ അത് പറ്റില്ല. സൂപ്പർ, നല്ല ഭയങ്കര ക്ലീൻ ആൻഡ് ഫ്രഷ് വാട്ടർ ആണ് കേട്ടോ അവിടെ ഉള്ളത്. വാട്ടർഫോൾ അല്ലേ. നമ്മൾ ഇറങ്ങിയ സ്റ്റെപ്പൊക്കെ തിരിച്ച് കയറി പാലത്തിൽ തന്നെ എത്തി. നമ്മളിനി വീട്ടിൽ പോകണം. അതിന് മുന്നേ റിസോർട്ടിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാൻ പോകുന്നില്ല, അമ്മയും പോയിക്കോളും. ഞാൻ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. തിരിച്ചു വരുമ്പോൾ എന്നെ പിക്ക് ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങി. നല്ലായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു കുറച്ച് നടക്കാം. ഇവിടെ കുറച്ച് ഗട്ടേഴ്സാണ്, അപ്പോൾ വണ്ടിയിലിരുന്നാൽ ചിലപ്പോൾ കുലുങ്ങും. അപ്പം അത് വേണ്ട, ഞങ്ങൾ അവിടെ ഇങ്ങനെ കയറി വരുന്നതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവരെ കണ്ടത് കേട്ടോ, കുരങ്ങ്. നമുക്ക് വെറുതെ ഒരു രസത്തിന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടെ നമുക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇന്ന് വാങ്ങിക്കാനായിരുന്നത്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ബില്ലിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ, ചെറിയൊരു വ്ളോഗ് കേട്ടോ.